കണ്ണൂരിലേക്ക് പോയ തോട്ടടയിലെ ഗവൺമെന്റ് ITI സംഘർഷത്തിൽ പ്രതിഷേധിച്ചുള്ള KSU മാർച്ചിനിടെ അമ്മയും പിഞ്ചു കുഞ്ഞുമടക്കം സഞ്ചരിച്ച വാഹനം തടഞ്ഞ പ്രവർത്തകരുടെ ഭീഷണി. വാഹനത്തിലുണ്ടായിരുന്ന അമ്മയും കുഞ്ഞും പേടിച്ച് നിലവിളിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അർജുൻ കല്യാട് കല്യാടുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, ഒരു വിഭാഗം പ്രവർത്തകരാണ് ഇവർക്ക് നേരെ ആക്രോശിക്കുന്നത് നമ്മൾ കാണുന്നത്. വിജിൽ മോഹൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് അവരെ കടത്തിവിടുന്നതും കാണാം. പ്രതിഷേധ മാർച്ചിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം. പക്ഷേ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു എന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. തീർച്ചയായും അതായത് ഇന്ന് ITI സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSUവിൻ്റെ നേതൃത്വത്തിൽ കമ്മീഷൻ ഓഫീസ് മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ച് വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് കലാശിച്ചിരുന്നു. അതായത് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നു. അതിനുശേഷം ഈ നേതാക്കളെ അനുനയിപ്പിച്ച് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു. പിന്നീട് ഈ പ്രവർത്തകന്മാർ മുദ്രാവാക്യം വിളികളോടെ കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിലൂടെ സഞ്ചരിക്കുന്നതിനിടെ വന്നിട്ടുള്ളൊരു വാഹനമാണ് ഈ പ്രവർത്തകന്മാർ തടഞ്ഞു നിർത്തുകയും ഈ വാഹനത്തിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിന് നേരെ ഭീഷണി മുഴക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ആ വാഹനത്തിൻ്റെ ഇതിൻ്റെ ബോഡിയിൽ ഉൾപ്പെടെ അടിച്ച് വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുകയും ആക്രോശം നടത്തുകയും ചെയ്തു. അതോടുകൂടിയാണ് വാഹനത്തിലുണ്ടായിരുന്ന അമ്മയും കുഞ്ഞും വലിയ രീതിയിൽ നിലവിളിക്കുകയും പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ നേതാക്കൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനും അതുപോലെ തന്നെ സംസ്ഥാന KSUവിൻ്റെ പ്രസിഡന്റ് അലോഷ്യസ് ഹെർവേർ ഉൾപ്പെടെ അവിടത്തേക്ക് എത്തുകയും ഈ പ്രവർത്തകരെ അനുനയിപ്പിച്ച് മാറ്റുകയും ചെയ്തത്. അതിനു മുമ്പ് തന്നെ പ്രവർത്തകർ ഈ വാഹനത്തിനിടയിലേക്ക് എത്തുകയും ഈ വാഹനത്തെ കടന്നു പോകാൻ അനുവദിക്കാതെ ഭീഷണി മുഴക്കുകയും ആക്രോശമുണ്ടാക്കുകയും ഉച്ചത്തിൽ സംസാരിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അതോടുകൂടിയാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന ഈ അമ്മയും പിഞ്ചു കുഞ്ഞും ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ പരിഭ്രാന്തരാവുകയും അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ നിലവിളിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സമരങ്ങൾക്കിടയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അത് ഏത് സംഘടനയായാലും ആ കാര്യങ്ങളെല്ലാം തന്നെ ഒരു സംയമനം പാലിക്കേണ്ടത്. പ്രവർത്തകർ വലിയ വികാരാധീനമായി ഈ വിഷയങ്ങളെല്ലാം പ്രതികരിക്കുമെങ്കിൽ കൂടി പോലീസിനെതിരെ പ്രതികരിക്കുന്ന പോലെ പൊതുജനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ഒരു അത്യാവശ്യമായി ചില ഇടങ്ങളിലേക്ക് പോകുന്ന പൊതുജനങ്ങൾ ഉൾപ്പെടെ വഴിയിൽ തടയുന്നത് ഉൾപ്പെടെയുള്ള കാഴ്ചകൾ പല സമരങ്ങൾക്കിടയിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ സമരം ഒരു കുടുംബം സഞ്ചരിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു വാഹനവുമായി എത്തിയിട്ടുള്ള ഒരു കുടുംബത്തിന് ഇടയിലേക്ക് ഈ KSU പ്രവർത്തകർ എത്തുകയും ആക്രോശം ഉയർത്തുകയൊക്കെ ചെയ്തത്. ആ വാഹനത്തിൻ്റെ ഡ്രൈവറായിട്ടുള്ള കുടുംബനാഥനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും ഒരു കോൺഗ്രസ് പ്രവർത്തകരാണ്, പക്ഷേ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത് തീർത്തും ശരിയല്ല എന്നുള്ള പ്രതികരണം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് വാഹനവുമായി കടന്നു പോകുന്നത്. ഇന്നത്തെ സമരത്തിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തത്. ശരി, ഒരു വിഭാഗം പ്രവർത്തകരാണ് അത്തരത്തിൽ അവരെ തടഞ്ഞത്. ഏതായാലും ആക്രമിക്കപ്പെടുമോ എന്ന പേടി കൊണ്ട് തന്നെ ആയിരിക്കണം അവർ അത്തരത്തിൽ നിലവിളിച്ചത്. ഏതായാലും തീർത്തും തെറ്റായ നടപടിയാണ് ഉണ്ടായത്. നേതാക്കൾ ഇടപെട്ട പ്രവർത്തകരെ മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. വാഹനം കടത്തിവിടുകയും ചെയ്തു. അർജുൻ, ഇന്നിപ്പോൾ എന്തിനായിരുന്നു KSUവിൻ്റെ പ്രതിഷേധം? വലിയ രീതിയിലുള്ളൊരു സംഘർഷമാണല്ലോ നമ്മൾ പ്രതിഷേധ മാർച്ചിൻ്റെ കണ്ടത്. വിനീത, ഇന്നത്തെ മാർച്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ തോട്ടട ITIയിൽ SFI KSU പ്രവർത്തകന്മാർ സംഘർഷത്തിൽ ഏർപ്പെടുന്നത് കണ്ടത്. അത് വലിയ രീതിയിൽ സംഘർഷമായി മാറുന്ന ഒരു കാഴ്ചയും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ആ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണത്തിൽ പോലീസ് ഒരു പക്ഷപാതിത്വ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇതിൽ പ്രതി ചേർക്കപ്പെട്ടുള്ള SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാവുന്നില്ല. ഒരു പ്രവർത്തകരെ മാത്രമാണ് ഈ ദിവസത്തിന് ഇത്രയും കാലമായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ആരോപണം പോലീസിനെതിരെ ഉയർത്തിയിരുന്നു. അതിനെതിരെയാണ് ഇന്ന് KSU സംസ്ഥാന കമ്മിറ്റി തന്നെ ഈ മാർച്ച് സംഘടിപ്പിച്ചത്. അതിനു പുറമെ ഈ ആക്രമണത്തിൽ SFI ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ള KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് റിബിനെതിരെ SFI നൽകിയിട്ടുള്ള പരാതിയിൽ പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസെടുത്തത്. എന്നാൽ ഒരു തരത്തിൽ പോലും KSUവിൻ്റെ ഒരു പ്രവർത്തകനും SFI പ്രവർത്തകർക്കെതിരെ ഒരു ആക്രമണവും നടത്തിയിട്ടില്ല. എന്നാൽ പോലീസ് ഇതിനകത്ത് KSU പ്രവർത്തകരെ പ്രതി ചേർത്തുകൊണ്ട് കള്ളക്കേസാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള ആരോപണം കൂടി പോലീസിനെതിരെ KSU ഉയർത്തിയിരുന്നു. ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് KSU ഈ കമ്മീഷൻ ഓഫീസിലേക്ക്
മാർച്ച് നടത്തിയത്. ആ മാർച്ച് ഈ പറയുന്ന കമ്മീഷൻ ഓഫീസിന് തൊട്ട് മുന്നിൽ വെച്ച് പോലീസ് തടയുകയും അതോടുകൂടി തന്നെ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറുകയും ചെയ്തു. എന്നാൽ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉദ്ഘാടന പരിപാടി ആ ഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. ആ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞതിന് ശേഷമാണ് ചില പ്രവർത്തകന്മാർ ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് സംഘടിച്ചെത്തിയത്. അതോടുകൂടി തന്നെ ബാരിക്കേഡ് പിടിച്ചു കുലുക്കുന്നതിനും മറിച്ചിടുന്നതിനുമുള്ള ശ്രമം ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതോടുകൂടി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ആദ്യഘട്ടം ജലപീരങ്കി പ്രയോഗിച്ചപ്പോഴും ഈ പ്രവർത്തകന്മാർ പിരിഞ്ഞു പോകാൻ വേണ്ടി കൂട്ടാക്കിയില്ല. അതോടുകൂടി രണ്ടാമതും മൂന്നാം ഘട്ടവും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പിന്നീടാണ് ഈ പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ച് അവിടെ നിന്നും മാറ്റിയത്. അർജുൻ കലിയാടാണ് വിവരങ്ങൾ നൽകിയത്.